നമസ്കാരം. സലാമാക്ക ഒന്നിങ്ങോട്ട് വന്നാണാക്ക. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് UDFന്റെ അവസ്ഥയൊന്ന് നിങ്ങൾ ഈ നാട്ടുകാരടുത്തൊന്ന് പറഞ്ഞു കൊടുത്തേ. ഈ സമയത്ത് നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾക്ക് അറിയാമല്ലോ. ആൾക്കാർ ആവശ്യമില്ലാത്തതൊക്കെ ധരിക്കും. അതുകൊണ്ട് സലാമാക്ക ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. അത്രമാത്രം രാഷ്ട്രീയമായി അധപതിക്കുകയും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് UDFനുള്ളത്. പിന്നെ അല്ല, UDF എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. PMA സലാമാക്ക ഈ വ്രതശുദ്ധിയുടെ കാലം അങ്ങോട്ട് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ് ഇന്നത്തെ UDFന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അത്രയും വെറുക്കപ്പെട്ട ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ സംഘടന. ആണല്ലോ അല്ലേക്ക? സംശയമൊന്നും ഇല്ലല്ലോ. PMA സലാമിക്ക തന്നെയാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. അത്രമാത്രം രാഷ്ട്രീയമായി അധപതിക്കുകയും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് UDFനുള്ളത്. അപ്പോൾ ലീഗിന്റെ നേതാക്കന്മാർക്ക് വരെ UDF എന്താണെന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നിൽക്കണമെന്നേ ഉള്ളൂ. മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച പുറത്തേക്ക് വന്നാണ്. സലാമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചില കാര്യത്തിൽ അദ്ദേഹം നിഷ്കളങ്കനാണ്. അദ്ദേഹം ഉള്ള കാര്യം എവിടെ ഉള്ളതുപോലെ അങ്ങ് പറയും. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലെങ്കിലും, അതായത് പെരുന്നാളൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. അത് അദ്ദേഹം നല്ലൊരു വിശ്വാസി ആയതുകൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അപ്പോൾ UDF എങ്ങനെയാണെന്നും UDFന് അങ്ങനെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് ഈ ലീഗന്മാരുടെ ഉള്ളിൽ പോലും ഉണ്ട് എന്നതിന്റെ തെളിവാണ് സലാമാക്കയുടെ ഈ വാക്കിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്തൊക്കെ വർഗീയതയൊക്കെ പറഞ്ഞും മതം പറഞ്ഞൊക്കെ വോട്ട് പിടിക്കാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ മനുഷ്യർ തന്നെ ലീഗുകാരുടെ ഉള്ളിലിരിക്കുന്ന, അല്ലെങ്കിൽ സലാമാക്കയെ പോലുള്ള ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഉള്ളിലിരിക്കുന്ന സത്യം എന്താണെന്നും വസ്തുത എന്താണെന്നും കേട്ടതിന് ശേഷം വേണം തീരുമാനമെടുക്കാൻ. അല്ലേ ആക്ക? ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് അത് വിശ്വാസം വരുന്നില്ലെങ്കിൽ അവർക്കത് ബോധ്യപ്പെടട്ടെ. അത്രമാത്രം രാഷ്ട്രീയമായി അധപതിക്കുകയും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് UDFനുള്ളത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. UDF എന്ന് പറഞ്ഞാൽ എന്താണെന്ന് UDFകാരുടെ ഉള്ളിലുള്ള കാര്യമാണ് സലാമാക്കയുടെ നാവിലൂടെ പുറത്തേക്ക് വന്നത്. അത് അങ്ങനെയാണ്. പടച്ചോ അതേ ചെയ്യുള്ളൂ. ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പടച്ചോന് കൂടിയുണ്ട്. അതിന് അദ്ദേഹം തെരഞ്ഞെടുത്തത് സലാമാക്കാരുടെ നാവാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് സലാമാക്ക എന്ത് ചെയ്തു? അത് വളരെ വൃത്തിക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു, അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞു. അതുകൊണ്ട് ഇത് കേട്ടിട്ടെങ്കിലും ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർ ഒന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പോലും ഇത് വന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഉള്ളാലെ അറിയാം ചെയ്യുന്ന പ്രവൃത്തി മഹാമോശമാണ്. ദൈവത്തിന് പോലും നിരക്കാത്ത രീതിയിലാണ് പച്ച വർഗീയതയും മതവും ജാതിയും ഒക്കെ തിരിച്ചും പറഞ്ഞും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിക്കുന്നത്. ഏത്? ഈ നാട്ടിൽ ശാന്തി ഒരുക്കിയ, ഈ നാട്ടിൽ സമാധാനത്തോടെ എല്ലാ മനുഷ്യരെയും ജീവിക്കാൻ അവസരം ഒരുക്കിയ ഒരു സംവിധാനത്തെയും നാടിന്റെ പുരോഗമനത്തിനും ജനങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിച്ച ആ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി നുണകൾ പറയുമ്പോൾ ചില സത്യങ്ങൾ പടച്ചോൻ തന്നെ അതിൽ കൂടെ ഫീഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടതാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ്. അത് സലാമാക്ക ഒരിക്കൽ കൂടി നിങ്ങളടുത്ത് പറഞ്ഞു തരും. അത് കേട്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പിക്കണം, ഇത്തവണ കൂടി ഇടതുപക്ഷം തന്നെയാണ്, അതിൽ മാറ്റമില്ല എന്ന്. അതുകൊണ്ട് സലാമാക്ക ഒന്നുകൂടെ അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേ. അത്രമാത്രം രാഷ്ട്രീയമായി അധപതിക്കുകയും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് UDFനുള്ളത്.